നമസ്തേ. ഇന്നത്തെ വിഷയം ഭർത്താക്കന്മാരെ പൂഴ്ത്തുന്ന ഭാര്യമാർ, അല്ലെ ഭാര്യമാരെ പൂഴ്ത്തുന്ന ഭർത്താക്കന്മാർ, പരസ്പരം പൂഴ്ത്തുന്ന ഭാര്യ ഭർത്താക്കന്മാർ. നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഒരു വളരെ അരോചകരമായ ഒരു പ്രവണതയാണ് പരസ്പരം പുകഴ്ത്തുക. പൊതുസ്ഥലത്തിലാണ് ഇവർ പുകഴ്ത്തുന്നത്. എൻ്റെ ഭർത്താവ് എന്നോട് വളരെ സ്നേഹമുള്ളവനാണ്, എനിക്ക് എൻ്റെ ഈ ജീവിതത്തിലും ജന്മത്തിലും അദ്ദേഹമാണ് വലുത്, അദ്ദേഹം എന്നെ ഇത്രത്തോളം കരുതുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ കൊതിപ്പിക്കുന്ന ഭാര്യമാർ. തിരിച്ച് ഭർത്താക്കന്മാരും, എൻ്റെ ഭാര്യ വളരെ സുശീല, വളരെ നല്ല സ്വഭാവമുള്ളവൾ, എന്നെ വളരെ കരുതുന്നവൾ എന്നൊക്കെ പറയുന്ന ഭർത്താക്കന്മാരും. നമ്മൾ സ്പ്രേ അടിക്കുന്നത് എവിടെയാണ്? നമ്മൾ എവിടെയൊക്കെയാണ് സ്പ്രേ അടിക്കുന്നത്? നാറ്റമുള്ളിടത്താണ്, നാറുന്നിടത്താണ് നമ്മൾ സ്പ്രേ അടിക്കുന്നത്. ഇതൊരു സ്പ്രേ ആണ്. ഭർത്താക്കന്മാരും ഭാര്യമാരും ചെയ്യുന്ന ഒരു സ്പ്രേ. അവരുടെ കുടുംബത്തിലെ അഴുകിപ്പുഴുകിയ സംഗതികൾ അത് സുഗന്ധവൽക്കരിക്കുന്നതിനുള്ള ഒരു ഭാഗം മാത്രമാണ് ഈ സ്പ്രേ. യഥാർത്ഥത്തിൽ അവരുടെ കുടുംബജീവിതം വളരെ മോശകരമാണ്. പരസ്പരം പുകഴ്ത്തുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരും ഉണ്ടെങ്കിൽ നിങ്ങൾ കരുതിക്കൊള്ളുക, അവരുടെ കുടുംബജീവിതം വളരെ മോശമാണ്. അവർ വളരെ സഹിച്ച് ജീവിക്കുന്നവരാണ്. നമുക്കൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം കുറച്ചൊക്കെ പങ്കുവയ്ക്കാം. എന്നാലും എപ്പോഴും എൻ്റെ ഭർത്താവ് നല്ലവൻ, എൻ്റെ ഭാര്യ നല്ലവൻ എന്ന് പറയേണ്ടുന്ന കാര്യമില്ല. ഭാര്യാഭർത്തൃ ബന്ധം തികച്ചും സ്വകാര്യമാണ്. സ്വകാര്യമായ ഒരു ബന്ധം കൂടുതൽ എടുത്ത് കാണിച്ച് സമൂഹത്തിൽ പറയേണ്ടുന്ന ഒരു കാര്യവുമില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഈ സ്പ്രേ ആണ്. അഴുകിയ ഒരു സാധനം സുഗന്ധവൽക്കരിക്കുന്നതിന് കാണിക്കുന്ന ഒരു സ്പ്രേ. അവരുടെ കുടുംബജീവിതം വളരെ മോശകരമാണെന്നാണ് ഞാൻ എൻ്റെ ഘട്ടത്തിൽ, അതാണ് സത്യവും. ഡീസൻ്റായിട്ട് ജീവിക്കുന്ന ഒരു ഭാര്യാഭർത്താക്കന്മാരും പരസ്പരം പുകഴ്ത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എവിടൊക്കെ കുഴപ്പങ്ങളുണ്ടോ അവിടെയൊക്കെയാണ് ആ ന്യൂനത മറയ്ക്കാൻ വേണ്ടി അവർ കാണിക്കുന്ന പ്രതിക്രിയയാണ് ഈ പുകഴ്ത്തലുകൾ. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ കാണുക, ഇങ്ങനെയുള്ളവരെ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ളവരെ അറിഞ്ഞിരിക്കുക. ഫേസ്ബുക്കിലും മറ്റും ഭാര്യമാരെ പുകഴ്ത്തി ഇടുന്ന ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഭർത്താക്കന്മാരെ പുകഴ്ത്തി ഇടുന്ന ഭാര്യമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ അടിയിൽ എൻ്റെ ഈ വീഡിയോ ഇട്ടോ. കള്ളന്മാരും കള്ളികളുമാണ് ഇവരൊക്കെ. ഇവർക്കൊന്നും യാതൊരു സത്യസന്ധതയും അവരുടെ ജീവിതത്തിലുമില്ല, അവരുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിലുമില്ല, അവരുടെ സ്വകാര്യ ജീവിതത്തിലുമില്ല. ശുദ്ധ കള്ളന്മാരും കള്ളികളും. സ്വന്തം കുടുംബജീവിതത്തിൽ പോലും കള്ളം പറയുന്ന നീച മനസ്സുള്ളവരാണ് അവർ. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.